ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ കുറേ നാൾ കൂടിയിട്ട് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ വന്നേക്കുവാണ് കേട്ടോ. ഞാനിവിടെ വന്നപ്പോൾ ഇപ്പോൾ സമയം ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഇവളുടെ പിള്ളേരുടെ ബർത്ത്ഡേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബർത്ത്ഡേ വ്ളോഗൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നേരത്തെ. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരുപാട് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ബർത്ത്ഡേയുടെ അന്ന് വന്നപ്പോൾ തന്നെ ഒത്തിരി കാര്യങ്ങളൊന്നും പറയാനായിട്ട് പറ്റിയില്ല. കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുഞ്ഞിലേ മുതലുള്ള ഫ്രണ്ട്സാണ് കേട്ടോ. തീരെ ചെറുതിലേ മുതലുള്ള ഫ്രണ്ട്സാണ്. അപ്പം പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു, അവളുടെ കല്യാണം കഴിഞ്ഞു. ഞങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്റ്റോ കണ്ടുമുട്ടലോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുറേ നാൾ കൂടി എത്ര വർഷമായി, ഏകദേശം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 12 വർഷത്തോളമായി കേട്ടോ. ഇത്രയും വർഷത്തിനുള്ളിലാണ് പിന്നെ അവളെ കാണുന്നത് കേട്ടോ. ഫേസ്ബുക്കിൽ അവളിങ്ങനെ കണ്ടപ്പോഴത്തേക്കും അങ്ങനെ നമ്പർ ചോദിച്ച് അങ്ങനെ വീണ്ടും പിന്നെ കണ്ടുമുട്ടലായി കേട്ടോ. അപ്പോൾ കുറേ നേരം അവളുടെ കൂടെ ഒക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അവൾക്ക് 2 ട്വിൻസാണ് കേട്ടോ, ശ്രേയയും സനയും. 2 പെൺപിള്ളേരാണ്. 2 പേർക്കും 3 വയസ്സായിട്ടോ കഴിഞ്ഞ ദിവസം. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവളങ്ങനെ വാവയായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് അങ്ങനെ വലിയ കുഴപ്പമൊന്നും ആൾക്കില്ലായിരുന്നു. സാധാരണ വീട് മാറിയാലും ഇങ്ങനെ ആൾ മാറിയാലും ഒക്കെ അമ്പാടിയുടെ അനിയൻകുട്ടൻ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. പിന്നെ ഇവിടെ വന്നിട്ട് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓരോ കാര്യങ്ങളും കഥകളും ഒക്കെ അങ്ങനെ പറഞ്ഞൊക്കെ ഇരുന്നു. കുറേ നേരം റൂമിൽ തന്നെ ഇരുന്നിട്ട് പിന്നെ മടുത്തിട്ട് ഞങ്ങൾ പിന്നെ വെളിയിലോട്ട് വന്നതാണ് കേട്ടോ. ഇവിടെയും കുറേ നേരം ഇരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ആളവിടെ നിന്ന് അടയ്ക്കയൊക്കെ ചവച്ച് തിന്നുകയാണ് കേട്ടോ. പിന്നെ മറ്റേ ബർത്ത്ഡേയുടെ മറ്റേ ബലൂണും പോസ്റ്ററും ഒന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അവൾ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് കുറേ വീഡിയോ ഒക്കെ എടുത്തു. ഇപ്പോൾ ഒരു ഹോം ടൂർ പോലെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ വീടിൻ്റെ തറവാടാണ് കേട്ടോ ഇത്. അപ്പോൾ അവരങ്ങോട്ടേക്ക് മാറിയതാണ്. പിന്നെ ഇത് വാടകയ്ക്കൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. പിന്നെ കുറേ നേരം അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഞാനൊരു 1 മണിയൊക്കെ അവിടെ ചെന്നു. 3:30 4 മണിയായപ്പോൾ തിരിച്ച് പോകുന്നായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞു. ട്രൈപോഡ് എടുക്കാഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഫോൺ വെക്കലൊക്കെ ഭയങ്കര പാടായിരുന്നു കേട്ടോ. പിന്നെ ഒരുവിധം അവരുടെ വണ്ടിയുടെ പുറകിലത്തെ സീറ്റിൽ കൊണ്ടുപോയി ചാരി ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഒരുപാട് നേരം അങ്ങനെ ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ, കല്യാണത്തിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളും പിന്നെ അവളുടെ വീട്ടിലെ കാര്യങ്ങളും എൻ്റെ വീട്ടിലെ കാര്യങ്ങളും. നമ്മളിപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന ഒരു കൂട്ടുകാരിയോട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്കും കുഞ്ഞുവാവ എൻ്റെ മടിയിലുണ്ട് കേട്ടോ. അതാണ് സൗണ്ട് കേൾക്കുന്നത്. ആൾ ഉറങ്ങി എഴുന്നേറ്റേ ഉള്ളൂ കേട്ടോ. പിന്നെ മൂളും ഞരങ്ങും കരച്ചിലിനുള്ള ആരംഭമൊക്കെയാണ്. പിന്നെ ഞാൻ അങ്ങനെ കുറേ നേരം ഞങ്ങൾ മിറ്റം വഴിയൊക്കെ നടന്നതിന് ശേഷം പിന്നെ കുഞ്ഞുവാവ അലമ്പായി കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ റൂമിലോട്ട് വന്നു കേട്ടോ. പിന്നെ അവനൊരുവിധം കിടത്തി പാലൊക്കെ കൊടുത്ത് ഉറക്കിയതിന് ശേഷം ഞാൻ അവിടെ കുത്തിപ്പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം അവൾ ഇടയ്ക്ക് എണീറ്റ് പോയി, കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം സമയം ഒരു 3:15 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അവൾ ചായയും കടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പഴംവറയും കപ്പ് കേക്കും കട്ടൻ ചായയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറയുവാണ്. അപ്പോൾ അവളുടെ അച്ഛനാണെങ്കിൽ അവിടെ കിടന്നുറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ആൾ കുറച്ച് വെള്ളമാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറച്ച് കഥകളൊക്കെ പറയുമായിരുന്നു. വഴക്കുണ്ടോ അലമ്പുണ്ടോ എന്നൊക്കെ അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ ഒത്തിരി നേരം ഇരുന്ന് സംസാരിച്ചു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇവളോട് പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇവൾ കിളി പോയതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാനിങ്ങനെ ചുമ്മാ നെറ്റിക്കെട്ടൊക്കെ ഇങ്ങനെ മുട്ടിയതാണ് കേട്ടോ. അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുഞ്ഞാടെ കാര്യങ്ങൾ പറഞ്ഞു, പിള്ളേരുടെ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ ഇതിന് ശേഷം ഞാൻ പിന്നെ മടുത്ത് കേട്ടോ. കാരണം എനിക്കിങ്ങനെ വേറെ ഒരു വീട്ടിൽ പോയിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കണം. പിന്നെ ഇവൾ കുറേ വിളിച്ച് കാണുകൊണ്ട് മാത്രം ഞാൻ വന്നതാണ് കേട്ടോ. എനിക്കാണ് എങ്ങോട്ടും പോകണ ഇഷ്ടമില്ല കേട്ടോ. പ്രത്യേകിച്ച് അമ്പാടി ഇല്ലാണ്ട് പുറത്തോട്ട് പോലും പോകുന്ന ഇഷ്ടമില്ല. ഭയങ്കര സങ്കടമാണ് കേട്ടോ. പിന്നെ അവരൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഞാനൊരു കുറച്ച് നേരത്തൊക്കെ അല്ലേ മാറിയുള്ളൂ. നമുക്ക് കുഞ്ഞുമാവൻ ഇട്ടിട്ട് പോരൽ പാടാണുകൊണ്ട് അമ്പാടി ആകുമ്പോഴത്തേക്ക് ഇതിലെയൊക്കെ പാഞ്ഞ് നടക്കും കേട്ടോ. അതുകൊണ്ടാണ് അവരെ കൊണ്ടുവരാഞ്ഞത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം ഞാൻ പിന്നെ വീട്ടിലോട്ട് വിളിച്ചു. കാരണം ഒരുപാട് സമയം പോയി കഴിഞ്ഞാൽ പിന്നെ പാടാം. അതുകൊണ്ട് അമ്പാടി അലമ്പാവും എന്നെ കാണാൻ പറഞ്ഞ്. അപ്പം ഞാൻ പിന്നെ വിളിച്ചിട്ട് വേഗം വാ, അങ്ങോട്ടേക്ക് വരാനാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ വാവ നല്ല ഉറക്കമാണ് കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ പിന്നെ അങ്ങനെ കുറേ നേരം ഇരുന്ന് കഥകളൊക്കെ പറഞ്ഞു. പിന്നെ ഞാനങ്ങനെ കട്ടൻ ചായയൊക്കെ കുടിച്ചു. എനിക്കങ്ങനെ തീരെ താല്പര്യമില്ല കേട്ടോ കട്ടൻ ചായ. എൻ്റെ നേരത്തെ വ്ളോഗിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൾ നിർബന്ധിച്ചുകൊണ്ട് അങ്ങനെ ഒരുവിധം ഇരുന്ന് കുടിക്കുവാണ് കേട്ടോ. അതിന് ശേഷം അമ്പാടിയും അനിയനും വരുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിളിക്കുമായിരുന്നു. അപ്പോൾ ആൾ തിരഞ്ഞ് നടക്കുവാണ് കേട്ടോ, എവിടുന്ന് ഈ സൗണ്ട് കേൾക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ഇങ്ങോട്ടേക്കാണ് വന്നതെന്ന് അവനറിയില്ലല്ലോ. അപ്പം എന്നെ അനിയൻ കൊണ്ടാക്കിയപ്പോഴത്തേക്കും അവൻ കൂടെ ഇല്ലായിരുന്നു കേട്ടോ. അതിന് ശേഷം ആൾ ഓടി നേരെ അവളുടെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് വരും കേട്ടോ. അന്ന് ബർത്ത്ഡേക്ക് വന്നപ്പോൾ ഉള്ള ആ ഒരു പരിചയമാണ് കേട്ടോ. ആൾക്ക് ഒരാൾ ഒരു ദിവസം കണ്ടാൽ മതി കേട്ടോ, ഭയങ്കര കൂട്ടാകും. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അവളോട് ഓരോ വിശേഷമൊക്കെ അങ്ങനെ അനിയനും ചോദിക്കുമായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു കേട്ടോ.
അപ്പോൾ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, തമാശയ്ക്കാണ് കേട്ടോ, കുഞ്ഞുവാവനെ ഇങ്ങ് തന്നിട്ട് പൊക്കോ, നിങ്ങൾ പൊക്കോളാനൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞുവാവേനെ കുറേ നേരം കൂടി കണ്ടതിൻ്റെ ഒരു സന്തോഷമാണ് അമ്പാടി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അവൾ ചോദിക്കുമായിരുന്നു, ഇവർ തമ്മിൽ നല്ല കൂട്ടാണോ, വഴക്കൊന്നും ഇല്ലേന്നൊക്കെ ചോദിക്കുമായിരുന്നു കേട്ടോ. വഴക്കൊക്കെ ഉണ്ട്, കുഞ്ഞി പിള്ളേരല്ലേ, ഇടയ്ക്ക് വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയണത്, തമ്മിൽ മാറിയിരിക്കുമ്പോഴത്തേക്കും ഒരു സ്നേഹപ്രകടനം. പിന്നെ കുഞ്ഞുവാവയുടെ വായിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് തുപ്പലൊക്കെ ഒഴുകണ അമ്പാടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ അത് എൻ്റെ ഒരു തുണി മേടിച്ചിട്ട് അത് തൂത്ത് കൊടുക്കുമായിരുന്നു. ഞാൻ കുറുക്ക് കൊണ്ടുപോയത് കൊണ്ട് തന്നെ തുണിക്കഷ്ണം എടുത്തായിരുന്നു കേട്ടോ, കിറിയൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ പെട്ടെന്ന്, കാരണം ഞങ്ങൾക്ക് പെരുന്നാളിന് പോകണം. അപ്പം അതിരമ്പുഴ പള്ളിയിൽ പെരുന്നാളാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് രാത്രിക്ക് ഒരു 8 മണിയായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പള്ളിയിൽ. പക്ഷേ എങ്കിൽ ഇവിടെ വന്നപ്പോഴത്തേക്ക് തന്നെ 10-10:30 ആയി കേട്ടോ. പിന്നെ അങ്ങനെ വന്നതിന് ശേഷമുള്ള കുറച്ച് വീഡിയോ ആണ് കേട്ടോ ഇത്. പിന്നെ 2 പിള്ളേരെയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കങ്ങനെ ഒത്തിരി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, അങ്ങനെ മാറി മാറി പിള്ളേരെ എടുക്കണമല്ലോ. അപ്പോൾ ചേട്ടൻ്റെ കയ്യിൽ കുഞ്ഞുവാവേനെ കൊടുത്ത ശേഷം ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് അമ്പാടിക്ക് ഒരു നക്ഷത്രം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ തെളിയുന്ന കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ മായാവിയുടെ കുട്ടിക്കഥകളൊക്കെ അവൻ കാണുന്നതുകൊണ്ട് ഇങ്ങനെ വീശിക്കൊണ്ടൊക്കെ നടക്കുവാണ്. കുഞ്ഞുവാവ നല്ല ഉറക്കമാണ് കേട്ടോ, അവൻ വൈകുന്നേരം രാത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങും. അങ്ങനെ പിന്നെ കുറേ വീഡിയോ ഒക്കെ എടുത്ത് പള്ളിയുടെ ഭാഗത്തോട്ടൊക്കെ ഒന്ന് പോകണം. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വെളിയിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് വേണം അങ്ങോട്ടൊക്കെ പോകാനായിട്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ കറങ്ങി നടന്നു. എനിക്കാണെങ്കിൽ പൊതുവേ ഈ രാത്രിക്കുള്ള യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഇപ്പോൾ ഒന്നാമത് ഉറക്കം ഇല്ല. അപ്പോൾ കിട്ടുന്ന സമയത്ത് നമുക്ക് ഉറങ്ങാലോ എന്നൊക്കെ ഓർത്തിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വല്ലപ്പോഴും വരുന്നല്ലേ, ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അനിയൻ ഇവിടെ അടുത്താണ് കേട്ടോ പണി, അതുകൊണ്ടാണ് ഇവിടെ പെരുന്നാളാണെന്ന് അറിഞ്ഞത്, അല്ലെങ്കിൽ നമ്മളങ്ങനെ അറിയാറില്ല കേട്ടോ. അപ്പം അങ്ങനെ അറിഞ്ഞാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ ഈ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ വന്നത്. അപ്പം ഞങ്ങൾ പിന്നെ അവിടെ വന്നിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഗാനമേള ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ, അത് അടുത്ത ദിവസം എങ്ങാണ്ടാണ് കേട്ടോ. പിന്നെ ദേ ഇവിടെ വന്നിട്ട് കുറച്ച് കളിപ്പാട്ടത്തിൻ്റെയൊക്കെ ഇതൊക്കെ നോക്കി അങ്ങനെ കുറേ വീഡിയോ ഒക്കെ എടുത്തു. ഇതൊക്കെ അമ്പാടിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ നമുക്ക് അങ്ങോട്ടേക്ക് അത്രയും ദൂരം കൊണ്ടുപോകൽ പാടാണ്. ഒന്നത് പിന്നെ അമ്പാടീനെ ചേട്ടനും എടുക്കും, കുഞ്ഞുവാവേനെ ഞാനും എടുക്കും, പിന്നെ അനിയൻ വണ്ടി ഓടിക്കുമല്ലേ, പിന്നെ ഇതൊക്കെ വെക്കലും പെറുക്കലും ഒക്കെ പാടാം. ഒന്നാമത് ബൈക്കേൽ നമ്മൾ ഇത്രയും പേര് തിങ്ങി ഞെരിങ്ങിയാണ് കേട്ടോ പോകുന്നത്. പിന്നെ അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ ബജിക്കടയിൽ വന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് മുട്ട ബജിയൊക്കെ വാങ്ങിച്ചു. ഇപ്പോൾ കുഞ്ഞുവാവയ്ക്കും അമ്പാടിക്ക് കൊടുക്കുവാണ് കേട്ടോ. പിന്നെ മുളക് ബജി വാങ്ങിച്ചു. അങ്ങനെ പിന്നെ കുഞ്ഞുവാവ എഴുന്നേറ്റ് വഴക്കുണ്ടാക്കി കേട്ടോ പാല് കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നേരെ പള്ളിയിലോട്ട് വന്നു. ഇവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ നിന്ന് പാലൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ അനിയൻ്റെ കൊടുത്തു വാവേനെ. അതിന് ശേഷം ഞാൻ ഇതിലായിരുന്നു വെറ്റില പെറുക്കുവാണ് കേട്ടോ. ഈ ഒരു പള്ളിയിൽ വെറ്റില വഴിപാടുണ്ട്. അപ്പം ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കുന്നത്, ഇതൊക്കെ കാണുന്നതും ആദ്യമായിട്ടാണ്. പള്ളിപ്പെരുന്നാളിനൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഈ വെറ്റില വഴിപാട് പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്നതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ. അങ്ങനെ പിന്നെ അതിലേ നടന്നിട്ട് ഞാൻ വെറ്റിലയൊക്കെ പെറുക്കുവാണ് കേട്ടോ. കുറേ പേരിങ്ങനെ ചവിട്ടി മിതിച്ച് കുറേയൊക്കെ ചീത്തയായി കിടപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേയൊക്കെ നല്ലതൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അതൊക്കെ പെറുക്കിയെടുക്കുവാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബാഗിൻ്റെ പുറത്താണ് കേട്ടോ ഫോൺ ഇങ്ങനെ ചാരി വെച്ചേക്കുന്നത്, കാരണം വേറെ എങ്ങും വെക്കാൻ രക്ഷയില്ല. അത് കണ്ടോ, അവിടെ നിന്നൊക്കെ ഇങ്ങനെ ലൈറ്റിൻ്റെ വെട്ടടിക്കുന്നതുകൊണ്ടേ നമുക്കത്ര ക്ലിയർ ആയിട്ടൊന്നും കിട്ടത്തില്ല കേട്ടോ. 4 പാട് ലൈറ്റും അല്ലേ, അപ്പോൾ നമുക്കൊരു സ്ഥലം ഇല്ല. ഇപ്പം എവിടെയെങ്കിലും ഇപ്പം നല്ലൊരു ഭാഗത്തുകൊണ്ട് വെക്കാമെന്ന് വെച്ചാൽ അവിടെ ആണെങ്കിൽ ക്ലാരിറ്റി ഇല്ല. എന്നാൽ വെക്കണ സ്ഥലത്ത് ഇങ്ങനെ ലൈറ്റ് വെട്ടമൊക്കെ കാരണം ഒരു ഇതുപോലെയുള്ള രീതിക്കൊക്കെ കേട്ടോ കിട്ടുന്നത്. പിന്നെ ഞാൻ കുമ്പിട്ട് നടന്ന് മടുത്തതിന് ശേഷം ഞാൻ അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്പാടിക്കും കുഞ്ഞുവാവയ്ക്കും കൂട്ടി മഞ്ഞ് തുടങ്ങിയപ്പോഴത്തേനും സ്വെറ്റർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് 2 പേരെ ഇടിച്ചേക്കണത്. അപ്പോൾ അവൻ്റെ അവിടെ കയറി നിന്നിട്ട് അതൊക്കെ നിരങ്ങി ആ മേല് മുഴുവൻ നാശാക്കിട്ടോ. ഇതിങ്ങനെ പൂട പോലെ നിൽക്കുന്ന കമ്പിളി പോലത്തെ ഡ്രസ്സായതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ അഴുക്കാകും, മറ്റേ ഇങ്ങനെ ചവറൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കും നൂലിൽ. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയുമായിരുന്നു അത് അവനെ എടുക്കാൻ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ എടുക്കാൻ വന്നപ്പോൾ ആൾ നേരെ പുറകോട്ട് മറിഞ്ഞു, ഒന്നും പറ്റിയൊന്നുമില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് മേലൊക്കെ കൊട്ടിപ്പെറുക്കി എന്ത് ചെയ്ത് അവനെ എടുക്കണ്ട, എളി കയറണ്ട കേട്ടോ. വീട്ടിലൊക്കെ ആണെങ്കിൽ അവൻ എപ്പോഴും എടുത്തുകൊണ്ട് നടക്കണം. ഇവിടെ ആകുമ്പോഴത്തേക്കും അവൻ എളി കയറണ്ട, കാരണം ഇങ്ങനെ ടൈലൊക്കെ ഇട്ട മിറ്റായതുകൊണ്ട് അവൻ അതിലേക്കൂടെ ഓടിപ്പെറുക്കി നടക്കണം കേട്ടോ. പിന്നെ അങ്ങനെ ചേട്ടൻ അതിലേക്ക് കൊണ്ടുവരുന്നത് അതൊക്കെ മേത്തേക്ക് തട്ടിക്കളഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അവിടെ പോയി ഇരുന്നിട്ട് ഫോൺ മാറ്റി വെച്ചു കേട്ടോ. കാരണം അവിടെ നിന്ന് ഭയങ്കരമായിട്ട് വെട്ടടിക്കൽ. ഇവിടെ കൊണ്ടൊരു തൂണെ ചാരി വെച്ചപ്പോഴത്തേക്കും ഈ സൈഡിൽ നിന്ന് ഒരു വെട്ടടിക്കലുണ്ട് കേട്ടോ. എങ്ങും വെക്കാൻ സ്ഥലമില്ല. നമുക്ക് ട്രൈപ്പോഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കുഴപ്പമില്ല, ഇങ്ങനെ എതിർദിശയിലായിട്ടൊക്കെ വെക്കാൻ പറ്റും. ഇത് നമുക്ക് ട്രൈപ്പോഡും കൊണ്ടൊക്കെ ഈ പിള്ളേരെയൊക്കെ ആയിട്ട് പോക്ക് പാടില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വല്ല കാറിനുമൊക്കെയാണ് വരുന്നതെങ്കിൽ കുഴപ്പമില്ല. ഇത് ഞങ്ങൾ ഇത്രയും പേര് ബൈക്കിൽ തിങ്ങി ഞെരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ബുദ്ധിമുട്ടാക്കി പിടിക്കാം. അത് വലിയ ട്രൈപ്പോഡാണ് കേട്ടോ, കുഞ്ഞു തുറന്ന് വാങ്ങണം ഇനി.
അങ്ങനെ പിന്നെ ഞാൻ ദേ വെറ്റിലയൊക്കെ പെറുക്കി തൂത്ത് തുടച്ച് ബാഗിലാക്കി വെച്ചു കേട്ടോ. അപ്പോൾ അമ്പാടിക്കൊരു കണ്ണട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എവിടെ വെക്കുമെന്നൊക്കെ ആലോചിച്ചിരിക്കുമായിരുന്നു. കാരണം ഇതെല്ലാം കൂടെ കുപ്പിയും വെള്ളവും ഉണ്ട്, ഈ വെറ്റില, പിന്നെ കുഞ്ഞുവാടെ സാധനങ്ങൾ, പിന്നെ 1-2 ഡ്രസ്സ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഈ ഒരു ബാഗിനകത്ത്. ഞാനാണെങ്കിൽ ബാക്ക് ബാഗാണ് എവിടെ പോയാലും കൊണ്ടുവരുന്നത് കേട്ടോ, ഈ പിള്ളേരൊക്കെ ഉണ്ടായതിന് ശേഷം. അപ്പോൾ ഇന്ന് ഞാൻ ഇതെടുത്ത്, കാരണം അതിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അത് വെറുതെ തൂക്കി ലോഡ് കൂടുന്നുണ്ടല്ലോ എന്നോർത്ത് ഇതെടുത്ത് കേട്ടോ തൽക്കാലത്തേക്ക്. അപ്പോൾ പിന്നെ ഞാൻ ആ കണ്ണട പിന്നെ തിരിച്ച് അതിൽ തന്നെ വെച്ച്, കാരണം എവിടെയെങ്കിലും ഇപ്പോൾ അവരുടെ കയ്യിൽ കൊടുത്താലും എവിടെയെങ്കിലും പോയാലോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ ബാഗിലേക്ക് തന്നെ വെച്ച് കേട്ടോ. പിന്നെ ഇപ്പോൾ സമയം ഒരു 11:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു നമുക്കിനി വീട്ടിൽ പോകാം, കാരണം ഒത്തിരി സമയം പോയി. ഇനിയിപ്പോൾ എനിക്കാണെങ്കിൽ ഉറക്കം തൂങ്ങുന്നുണ്ട്, പിന്നെ പിള്ളേരും വിഷമിക്കും, അമ്പാടിക്കും ഉറക്കം വന്നുണ്ട്. പിന്നെ അതേ അമ്പാടി വെള്ളമൊക്കെ മേടിച്ച് കുടിക്കുവാണ് കേട്ടോ. പിന്നെ അമ്പാടി ഉറക്കം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബഹളമായിരിക്കും. പിന്നെ കുഞ്ഞുവാവ കിടന്ന് ഉറങ്ങി, എന്നാലും അവൻ ഇടയ്ക്കിടയ്ക്ക് രാത്രിക്ക് പാല് കുടിക്കാനൊക്കെ ഏക്കണയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയുമായിരുന്നു നമുക്കിനി പോയേക്കാം, കാരണം ഇനിയിപ്പം ഒത്തിരി നേരം നിന്ന് കഴിഞ്ഞാൽ പിള്ളേരും വിഷമിക്കും. എവിടെയെങ്കിലും ഒന്ന് കിടത്തിയിട്ട് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം, അതുകൊണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പോയേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. ഇനിയിപ്പോൾ അമ്പാടിക്ക് 1-2 കളിപ്പാട്ടൊക്കെ മേടിക്കണം, പലഹാരമൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ അമ്പാടിക്ക് കയറി ഒരു കോഴിക്കുഞ്ഞും, പിന്നെ അവന് ആംബുലൻസ് വേണമെന്ന് പറഞ്ഞിട്ട് അതും വാങ്ങിച്ചു. പിന്നെ അത് 2 കൂട്ടവും വാങ്ങിച്ചു. പിന്നെ വേറൊരു വണ്ടിയും വാങ്ങിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.